ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്രമേൽ ശക്തമായിട്ട് ഇടപെടുന്ന സമയമാണ്. അനേക ബന്ധങ്ങളിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരിതാ ഇപ്പോൾ ഇവിടെയുണ്ട്. എന്താ നിന്റെ സങ്കടം? ഒരുപക്ഷെ ജീവിത പങ്കാളി ഓർത്ത് കരയുന്നവരുണ്ട്. പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമേൽ തേങ്ങുന്ന മനുഷ്യരുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വഭാവ രീതികളിൽ വല്ലാണ്ട് ഭാരപ്പെടുന്ന ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഒരുപക്ഷെ പ്രതീക്ഷിച്ച പോലെയല്ല ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അപ്രതീക്ഷിതമായ അനേക സംഭവങ്ങളുടെ മുമ്പിൽ ഇടറിപ്പോയി, പതറിപ്പോയി, വല്ലാണ്ട് വിഷമിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. ആരാ എനിക്ക് സഹായമെന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടാവും. വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ സമയം നീ വിശ്വസിക്കണം, നിന്റെ കുടുംബം ദൈവം പണിതതാ. ദൈവം ചേർത്ത് വെച്ചതല്ലേ നിന്റെ ജീവിത പങ്കാളി. ദൈവമാണ് ചേർത്ത് വെച്ചതെങ്കിൽ ദൈവം അതിനുള്ള വഴികളും തുറന്നു തരും. ദൈവം നിന്നെ ബലപ്പെടുത്തും, ദൈവം പണിതുയർത്തും. മക്കളെയോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, മക്കളെ തന്ന ദൈവമല്ലേ. മക്കളുടെ വഴിതെറ്റിയുള്ള ജീവിതം, അനുസരണക്കേട്, തെറ്റായ സ്നേഹബന്ധങ്ങൾ, അവരുടെ ഉഴപ്പൻ ജീവിതം എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന അപ്പാ അമ്മേ, ദാ ഈ സമയം കർത്താവ് പറയുന്നു, മക്കളെ തന്ന ദൈവം, ദൈവത്തിനറിയാം. സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. സ്വന്തം കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച പരിശുദ്ധ അമ്മ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കൾക്ക് മാതൃകയാണ്. കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല, ദൈവം തന്നതാണെന്നുള്ള വിശ്വാസം. നിന്റേതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നിനക്ക് ഭാരം. എന്നാൽ നിന്റേതല്ല, അത് ദൈവം തന്നതാണ് നിന്റെ മകനും മകളും. അതുകൊണ്ട് അപ്പാ അമ്മയെ ഭാരപ്പെടണ്ട. ആ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്ക്. ദൈവം അവരിൽ ഇടപെടട്ടെ. സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരമുള്ളവരുണ്ട്. പരസ്പരം പറഞ്ഞാൽ ചേരാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ. ഒരുപക്ഷെ സ്വത്ത് വിഭജനത്തിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹിച്ചതുപോലെയുള്ള പരിഗണന എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. വല്ലാതെ ആന്തരിക മുറിവ് ഉള്ളിൽ അനുഭവിക്കുന്നവർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നെ ഒരു കറിവേപ്പില പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. എത്രമാത്രം ഞാൻ വീടിന് വേണ്ടി അധ്വാനിച്ചിട്ടും അവർക്കൊന്നും എന്നെ മനസ്സിലായില്ല, അവരെന്നെ വെറുതെ കറിവേപ്പില പോലെ തട്ടിക്കളഞ്ഞുവെന്ന് സങ്കടപ്പെട്ട് ആന്തരിക മുറിവിനാൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ സഹോദര സഹോദരി, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഈ ശുശ്രൂഷയിൽ നീ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോയ്ക്ക് നിന്റെ മേൽ അത്രമേൽ വലിയ സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പല വിഷയങ്ങളിൽ പരാജയപ്പെട്ടവർ, ഒരുപക്ഷെ പ്രായമേറെ എത്തി, ഇനി ജീവിതം തിരിച്ചു പിടിക്കാനാവില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. ഇനി ജീവിതം തിരിച്ചു പിടിക്കാനാവില്ല, ഇനി എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ ആരോഗ്യമില്ല, ആയുസ്സില്ല, ജോലിയില്ല, സമ്പത്തില്ല, എന്നെ ഇപ്പം വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-ാം വചനം നിനക്കുള്ളതാണ്. നീ വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, അമൂല്യനാണ്. ഇത് പറയുന്നത് തമ്പുരാൻ കർത്താവാണ്. നീ വിശ്വസിക്കണം. ദൈവം അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഈ ബന്ധം, ഇപ്പോഴുള്ള നിന്റെ ജീവിതാവസ്ഥ ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. നീ വിശ്വസിക്കണം, നീ അത് ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് പഠിപ്പിക്കുന്നു, നിനക്ക് നൽകപ്പെട്ട ഈ ബന്ധത്തിലൂടെ ദൈവം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. നീ തകർന്നു പോകാനല്ല, നീ കരയാനല്ല, നിന്റെ ജീവിതം എന്നും പരാതിയും പിറുപിറുപ്പിലും ജീവിക്കാനല്ല, മറിച്ച് നിന്നെ പണിതുയർത്തുന്നൊരു ദൈവമുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ നിന്റെ മുമ്പിൽ പലപ്പോഴും ചിതറി വീണു. പക്ഷേ ആ ചിതറി വീണത് കർത്താവ് പുനരുദ്ധരിക്കും. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ഉം 19-ഉം
കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കണ്ട, വിസ്മരിക്കൂ. ഇതാ നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം പണിതുയർത്തുന്നു. വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ദൈവമുണ്ടാക്കും. നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഇതാ ഒരു പുതിയ ജെറുസലേം, ഇതാ ഒരു പുതിയ പ്രഭാതം ദൈവം നിനക്ക് വേണ്ടി ഉയർത്തുന്നു. വെളിപാട് പുസ്തകത്തിൽ കൃത്യമായി നിന്നെ പഠിപ്പിക്കുന്നു. നീ ഭാരപ്പെടേണ്ട. നിന്റെ ദുഃഖം ഇതാ സന്തോഷമായിട്ട് മാറും. ദൈവം നിന്റെ ബന്ധങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ ഇന്നത്തെ ജീവിത അവസ്ഥ അതെന്തു തന്നെയാണെങ്കിലും അത് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് പുണ്യപ്പെട്ട പോട്ട ആശ്രമത്തിലെ അത്ഭുതങ്ങളുടെ കൂടാരത്തിലാണ്. ഈ കൂടാരത്തിൽ ഉയർത്തപ്പെട്ട കരങ്ങളൊന്നും തന്നെ ശൂന്യമായ കൈകളായി പോയിട്ടില്ല. കൈ നിറയെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ പോയിട്ടുള്ളൂ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നീ ഇപ്പോൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നീയും ഇപ്പോൾ ഈ പോട്ടാശ്രമത്തിൽ ദേ ഈ കൂടാരത്തിനുള്ളിലുണ്ട്. ഇതാ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി പറഞ്ഞ്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ഓൺലൈനിലുള്ളവർക്കും സ്തുതിയെല്ലാം കേട്ടോ. ചുറ്റുവട്ടത്തുള്ളവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടൊരു നല്ല സ്തുതി കൊടുത്തേ. അടുത്തുള്ളവർക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇസഹാക്കിനെ റബേക്കെ നൽകിക്കൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചോളൂ. ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 50, 24ന്റെ 50-ാം തിരുവചനം. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെ കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല. ഇസഹാക്കിന് റബേക്കെ നൽകിക്കൊണ്ട് പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. അതിൽ മത്തായി സുവിശേഷകൻ ഔസേ പിതാവ് മാതാവ് പരിശുദ്ധ മറിയം ഈ ദമ്പതികളെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശ വചനമുണ്ട്. ഒന്ന് വായിക്കാവോ? അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഹല്ലേലൂയ. അനാദി മുതലേ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ചേർന്ന ഇണയെയാണ് നൽകുന്നത്. ഹാലേലുയാ. പലതരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഈ പറഞ്ഞ കാര്യം ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ വലിയ ഭാരമുണ്ടാക്കാം. അച്ഛാ, ഇത് ചേർന്ന ഇണയാണോ? എൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു വ്യക്തി ഇതെങ്ങനെ ചേരും എന്ന് ഭാരപ്പെടാം. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കാം, എൻ്റെ സ്വഭാവങ്ങൾക്ക് ചേരാത്ത ഒരു വ്യക്തി, എൻ്റെ ചിന്താഗതികളുമായി ചേർന്നു പോകാത്ത ഒരു വ്യക്തി, അപ്പോൾ ഇതെങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയാകും എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ഉം 28-ഉം ആ വചനം ഒന്ന് വായിച്ചാലോ? അതായത് ആദത്തെ ഹവ്വായെയും കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? പറഞ്ഞേ.
മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദൈവം സ്വന്തം ഛായയിൽ ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു. പറഞ്ഞേ, മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത വചനം, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. വീണ്ടും അത് തന്നെ വീണ്ടും ആവർത്തിക്കും. ദൈവത്തിന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയുണ്ട്? പൊതുവെ ചിലർ ചിന്തിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ മാത്രമാണ്. തെറ്റാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിപ്പിക്കുന്നത് സ്ത്രീയും പുരുഷനും ചേരുന്നതാണ് മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും ചേരുന്നതാണ്, സ്ത്രീയും പുരുഷനും ചേരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വചനം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇതിന്റെ അടുത്തൊരു വ്യാഖ്യാനം നമുക്ക് ലഭിക്കും. വായിച്ചാലോ? ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലരിയ്ക്കുന്നത്, അല്ലേ? അവരോട് പറയണം, ദേ നീ ഇങ്ങനെ ഏകനായിരിക്കുന്ന നന്നല്ല, ഏകയായിരിക്കുന്ന നന്നല്ല. അപ്പൊ അവര് തിരിച്ചു ചോദിക്കും, അതിനെന്താ കുഴപ്പം? ഇങ്ങനെ ഇപ്പൊ പലരും ജീവിക്കുന്നുണ്ടല്ലോ, അതിനിപ്പോ കല്യാണം കഴിക്കണോ നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ഏകനായിരിക്കുന്ന നന്നല്ല. എന്നിട്ട് അടുത്ത വചനം, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനങ്ങളൊന്ന് വായിച്ചേ. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് തുടർന്ന് പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കണം. ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ട് ആ പുരുഷനോട് പറയാണ്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പറയാണ്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ, നിനക്ക് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കപ്പെട്ടവർ, കല്യാണം കഴിച്ചവരൊന്ന് കൈപൊക്കിക്കേ. സംശയമാണോ? പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. നന്നായിട്ട് കൈപൊക്കിക്കേ. യെസ്. ഒരു കാര്യം ഉറപ്പിച്ചോണം, കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഓൺലൈനിലുള്ളവരും കൈ ഉയർത്തിപ്പിടിച്ചോ. ദേ നോക്കിക്കേ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇണ അത് നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളി അത് നിനക്ക് ചേർന്ന ഇണയാണ്. ഹല്ലേലൂയ. അതായത് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാ? പുരുഷന്റെ ഉള്ളിലെ വാരിയെല്ലിൽ നിന്ന് ഊരിയെടുത്ത്, അല്ലെ? അതിൽ നിന്നാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ആരുണ്ട്? ഒരു പുരുഷനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു സ്ത്രീയുണ്ട്. എന്ന് പറഞ്ഞേ, ഒരു സ്ത്രീയുടെ ഉള്ളിൽ ആരുണ്ട്? ഒരു പുരുഷനുണ്ട്. ഒരു പുരുഷന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു സ്ത്രീയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പറയുന്നത് വചനത്തിന്റെ വെളിച്ചത്തിലാണ്. ചിലർ ചിന്തിക്കുന്നുണ്ട്, ശരിയാച്ചാ, ഞാൻ അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നും അവളൊരാണാണോ എന്നൊരു സംശയം. അതല്ല. ചിലരുടെ സ്വഭാവം കാണുമ്പോൾ, അല്ലേ, അയ്യോ ആണിനേക്കാളും മോശം, അതല്ല. മറിച്ച് ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥം? ബൈബിള് പഠിപ്പിക്കുന്ന എന്താണ്? ഒരു സ്ത്രീ രൂപപ്പെട്ടത് പുരുഷന്റെ വാരിയെല്ലിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ചേർന്ന ഇണ, പറ്റിയ ഇണയെ കണ്ടെത്തുമ്പോഴാണ് അത് പൂർണ്ണതയാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങോട്ട് നോക്കിക്കേ, വിവാഹം കഴിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചേർന്ന ഇണയെയാണ്. നെറ്റി ചുളിയുന്നുണ്ടോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അതെങ്ങനെയെന്ന് പറയാം. ഇങ്ങോട്ട് നോക്കിക്കാണേ, ശ്രദ്ധ വിടരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ചേർന്ന ഇണയാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു പെർഫെക്റ്റ് മാനാവുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ചേർന്ന ഇണയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ പ്രാധാന്യം അവിടെ ഇരിക്കുന്നത്. വിവാഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ലഭിക്കുമ്പോൾ അത് ചേർന്ന ജീവിത പങ്കാളി. അങ്ങനെയാണ് ഒരു പുരുഷൻ പുരുഷനാവുന്നത്, ഒരു സ്ത്രീ സ്ത്രീ ആവുന്നത്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ അത് പൂർണ്ണതയാവില്ല. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പേര് ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ കാര്യം എന്താ, ഒരു കന്യാസ്ത്രീയുടെ കാര്യം എന്താ? ചിന്തിക്കത്തില്ലേ? കാരണം ഇത് പുരുഷനാവുന്നത് എപ്പോഴാ? ഒരു സ്ത്രീയെ ലഭിക്കുമ്പോഴല്ലേ. ഒരു സ്ത്രീ സ്ത്രീ ആവുന്നത് എപ്പോഴാ? പുരുഷനെ ലഭിക്കുമ്പോഴല്ലേ. അപ്പൊ പെർഫെക്റ്റ് അല്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിക്കേ, അതിനുള്ള ഉത്തരം കൂടെ പഠിച്ചോണം. അതായത് എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇല്ലാതെ വരുന്ന ഒരു നഷ്ടമുണ്ട്, ഉണ്ടല്ലോ, ഒരു നഷ്ടമുണ്ട്. ആ നഷ്ടം നികത്തുന്ന കർത്താവിനെയാണ് ഒരു വൈദികൻ ജീവിതത്തിൽ സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കന്യാസ്ത്രീ മണവാളനായിട്ട് സ്വീകരിക്കുന്നത് ആരെയാ? യേശുവിനെ. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ശൂന്യതയെ നികത്തുന്ന, നഷ്ടത്തെ നികത്തുന്ന, സമ്പൂർണമായും ദൈവ സാന്നിധ്യമുള്ള ആ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇനി വേറെ ചിലർ ചിന്തിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ സിംഗിൾ ലൈഫ് നയിക്കുന്നവരെങ്ങനെയാ? ഒറ്റയ്ക്ക് ജീവിക്കുന്നവര്. ഇങ്ങോട്ട് നോക്കിക്കേ, ബ്രഹ്മചര്യം എന്നുള്ള വ്രതം സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി മണവാളനായി മണവാട്ടിയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയാണ് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിലൂടെയാണ് അത് നികത്തപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ശൂന്യത നികത്തപ്പെടുന്നത് ആരിലൂടെയാണ്? കർത്താവിലൂടെയാണ്. പറഞ്ഞേ, കർത്താവിലൂടെയാണ്. കല്യാണം കഴിച്ച ചേച്ചിമാരെ, നിങ്ങളുടെ പൂർണ്ണത നികത്തപ്പെടുന്നത് എങ്ങനെയാണ്? ഭർത്താവിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വേണ്ട, ഈ കാലഘട്ടത്തിലെ ഫാഷനൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കാം. സിനിമാ നടൻ അങ്ങനെ ജീവിക്കുന്നു, നടി ഇങ്ങനെ ജീവിക്കുന്നു, അവർ ദത്തെടുക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല, അവർക്ക് ആരോഗ്യമുണ്ട്, അവർക്ക് പണമുണ്ട്, അവർ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്ന് പറയാം. അതോടൊപ്പം തന്നെ ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ കാണും. അപ്പം നമ്മൾ പറയണം തെറ്റ്. ഒരു ദൈവമകനും ദൈവമകളും പറഞ്ഞു കൊടുക്കണം തെറ്റ്. എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, വിവാഹ ജീവിതത്തിലൂടെ ഒരു പുരുഷൻ തനിക്ക് ചേർന്ന ഇണയെ സ്വന്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഇനി മുതൽ എൻ്റെ ജീവിത പങ്കാളിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ക്രിസ്തു രക്ഷകനായതുപോലെ ഞാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി രക്ഷകനായിക്കൊള്ളാം. പ്രിയപ്പെട്ട ഭർത്താവേ, ഇനി വലിയൊരു ദൗത്യം ഏറ്റെടുക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടി രക്ഷകനാകാനുള്ള കടമ ഇതാ യേശു നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നീ ശ്രദ്ധിക്കണം. നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് നീ മാതൃക കൊടുക്കണം. നിന്റെ ഭാര്യയെ നീ പൊന്നുപോലെ സ്നേഹിക്കണം. ഈ സമയം നീ ശ്രദ്ധിക്കണം. ഭർത്താവെ, നീ ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാവരും. കാരണം നിന്നെ കണ്ടിട്ടാണ്, നിന്റെ കരം പിടിച്ചാണ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ ജീവിത പങ്കാളി നീ സ്നേഹിക്കുന്നതിൽ നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിലെ പരാജയത്തെ വീണ്ടും പുനരുദ്ധരിച്ച് നിന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു.
പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ ജീവിത പങ്കാളിയെ നീ സ്വന്തമാണ്. വചനം പഠിപ്പിച്ചതുപോലെ നിന്റെ ജീവിത പങ്കാളി നീ ബഹുമാനിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോലെ, നീ ബഹുമാനിക്കണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ബഹുമാനം കൊടുക്കണം. ഒരുപക്ഷെ കഴിവില്ലാത്തവനും ഗുണമില്ലാത്തവനും എന്ന് നീ വിധിയിരുത്തരുത്. എന്തിനു കൊള്ളാമെന്ന് ചിലപ്പോൾ ചിന്തിക്കും. മറ്റുള്ള ഭർത്താക്കന്മാരെ പോലെയല്ലല്ലോ എൻ്റെ ഭർത്താവിന് കാര്യങ്ങളൊന്നും ശരിയാക്കി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ നീ ഓർക്കണം, ദൈവം തന്നതല്ലേ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ചേർന്ന ഇണയാണത്. ഈ വ്യക്തിയിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം.